ഇന്നും വാർ എഫക്റ്റ് തന്നെയാണ് സ്റ്റോക്ക് ന്യൂസിൽ പറയാനുള്ളത്. കൂടുതൽ രാജ്യങ്ങളെ ഇത് ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടും ചൈന ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾക്ക് ഇത് ബാധകമാണ് എന്നുള്ളത് കൊണ്ടും റിന്യൂവബിൾ സ്റ്റോക്സിന് ഒരു മീഡിയം ടു ലോങ് ടേമിൽ ഒരു പോസിബിലിറ്റി വരുന്നുണ്ട്. ഷോർട്ട് ടൈമിൽ കോൾ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്കാണ് ലാഭമെങ്കിലും റിന്യൂവബിൾ എനർജിയെ കൂടുതലായി ആശ്രയിക്കണം എന്ന് ഓരോ വാർ കഴിയുന്നതോറും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഉദാഹരണത്തിന് ഉക്രൈൻ വാർ കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ യൂണിയൻ അവരുടെ ടാർജറ്റ് 5% കൂട്ടി. ഇപ്പോൾ ലോകമെമ്പാടും രാജ്യങ്ങൾക്ക് മനസ്സിലാവുന്നു റിന്യൂവബിൾ എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ 36% ആണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ. അതിൽ നിന്ന് ടാർജറ്റ് ഉയരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ അന്തരീക്ഷം വെച്ച് നോക്കിയാൽ ഇന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കുറെ കൂടി ഉദാരമാക്കിയിരിക്കുന്നു എന്ന ന്യൂസ് ഇന്ത്യ എടുത്തിട്ടുണ്ട്. ആ ന്യൂസിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അനുവദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ട് രീതിയിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഒന്ന്, അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് വരും. കൂടാതെ റിന്യൂവബിൾ എനർജിയുടെ ടെക്നോളജി ചൈനയുടെ കയ്യിലുണ്ട്. അതും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, വാർ സിനാരിയോയിൽ നമ്മൾ കാണേണ്ടത് ഇന്ത്യൻ ഡിഫൻസ് സ്റ്റോക്സിന് ഓരോ വാർ കഴിയും തോറും റിലയബിലിറ്റി കൂടുതലാണ് എന്നുള്ള കാര്യം മറ്റ് രാജ്യങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ടേം ടു ലോങ് ടേം പെർസ്പെക്റ്റീവില് ഇന്ത്യൻ ഡിഫൻസ് സ്റ്റോക്സിന് ബെറ്റർ ആവും എന്നാണ് മനസ്സിലാകുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീക്കെൻഡിലെ സ്റ്റോറീസും അതുപോലെ തന്നെ സ്ട്രാറ്റജിയെ കുറിച്ചുള്ള ലോങ് വീഡിയോസ് ഉണ്ടാവും. സെബിയുടെ ഒരു രജിസ്ട്രേഡ് അഡ്വൈസറുടെ മേൽനോട്ടത്തിൽ മാത്രമേ നിങ്ങൾ നിക്ഷേപം നടത്താവുള്ളൂ. താങ്ക് യു.